ഈ വിദ്യാലയത്തിനെ പറ്റി എനിക്ക് വലിയ പ്രതീക്ഷയും വലിയ അഭിമാനം തോന്നുന്ന വിദ്യാലയം. കാരണം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. 30 വർഷക്കാലം ഈ കടവത്തൂർ വെസ്റ്റ് യു പി സ്കൂളിന്റെ കൂടെ യാത്ര ചെയ്യാനുള്ള വലിയൊരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ച് ഉണ്ടായത്. അതിന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ധാരാളം അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഒരു സംതൃപ്തമായിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. എന്തായാലും കാരണം കുറച്ചൊക്കെ എന്തൊക്കെയോ ചെയ്യാൻ സാധിച്ചു എന്നൊക്കെയുള്ളൊരു ആത്മവിശ്വാസം ഉണ്ട്. കടവത്തൂർ വെസ്റ്റ് യു പി സ്കൂളിൽ 99-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ സ്കൂളിലെ 30 വർഷം സേവനം അനുഷ്ഠിച്ചുകൊണ്ട് 3 വർഷക്കാലം പ്രധാന അധ്യാപകനായും സുദീർഘമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നമ്മുടെ പ്രിയപ്പെട്ട ഫാറൂഖ് മാസ്റ്ററാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിനോട് കുറച്ച് അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. മാഷ് നീണ്ട 30 വർഷക്കാലം മാഷ് ഈ കടവത്തൂർ വെസ്റ്റ് യു പി സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചു. അതേപോലെ 3 വർഷക്കാലം പ്രധാന അധ്യാപകനായി മികവുറ്റ പ്രവർത്തനങ്ങളോട് കാഴ്ചവെച്ചു. ഇപ്പോൾ വിരമിക്കലിലേക്ക് കടക്കുകയാണ്. അപ്പോൾ മാഷിന്റെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഓടിപ്പോകുന്നത് എന്നുള്ളത്? 30 വർഷക്കാലം ഈ കടവത്തൂർ വെസ്റ്റ് യു പി സ്കൂളിന്റെ കൂടെ യാത്ര ചെയ്യാനുള്ള വലിയൊരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ച് ഉണ്ടായത്. അതിന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ധാരാളം അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഒരു സംതൃപ്തമായിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. എന്തായാലും കാരണം കുറച്ചൊക്കെ എന്തൊക്കെയോ ചെയ്യാൻ സാധിച്ചു എന്നൊക്കെയുള്ളൊരു ആത്മവിശ്വാസം ഉണ്ട്. അത് എൻ്റെ മികവ് കൊണ്ടല്ല, നമ്മളെ എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്ന്, അത് നമ്മളെ സ്റ്റാഫായാലും അതുപോലെ മാനേജ്മെന്റ് ആയാലും PTA ആയാലും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായാലും ഈ നാട്ടുകാരും എല്ലാം കൂടി ചേർന്ന് അതിൻ്റെ കൂടെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ്. അതുകൊണ്ട് നല്ലൊരു സംതൃപ്തമായിട്ട് തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അതിന് ഇത്രയും കാലം ഇവിടെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ള ദൈവത്തോളം നന്ദിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവരുടെയും സഹകരണത്തിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഇവിടെ നമുക്കറിയാം വലിയൊരു സ്ഥാപനമാണ്, ധാരാളം കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ഥാപനം. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഒരാൾക്കൊന്നും ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരാളുടെ മികവ് കൊണ്ടൊന്നും ഇത്തരം സ്ഥാപനങ്ങളൊന്നും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരുടെയും ഒരു പിന്തുണ, എല്ലാവരും ചേരുമ്പോഴാണല്ലോ നമ്മൾ അത് വിജയിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു സംതൃപ്തി ഉണ്ട്. കുറെ കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി ചെയ്തു, അതിൽ നമ്മളൊരു ഭാഗവാക്കായി എന്നുള്ള സംതൃപ്തിയോട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് സന്തോഷമാണ്. മാഷ് പറഞ്ഞു വെച്ചതിൽ തന്നെ ഒരുപാട് പുതിയ ആശയങ്ങൾ മാഷ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതില് ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചിറക് പോലെയുള്ള പദ്ധതികളൊക്കെ. അപ്പൊ അതുപോലെ മാഷ് മനസ്സിൽ കണ്ടിട്ടൂടെ നടപ്പിലാക്കാൻ കഴിയാതെ പോയത് ഇനി ഭാവിയിൽ ഇനി പുതിയ ആളുകളോട് അത് നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ? തീർച്ചയായിട്ടും നമ്മളിപ്പം ഇവിടെ അക്കാഡമികമായിട്ട് കുറെ കാര്യങ്ങൾ ധാരാളം ചെയ്യാൻ കഴിയും. കാരണം നമ്മളിപ്പോൾ പുതിയ കാലഘട്ടമാണ്, പുതിയ കുട്ടികളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് നമുക്ക് അക്കാദമിക മികവിലേക്ക് ഉയരാൻ വേണ്ടി ഇനി കുറേ കാര്യങ്ങൾ ആശയം നമ്മളുടെ കയ്യിലുണ്ട്. പക്ഷെ നമുക്കറിയാം കെട്ടിടമൊക്കെ നമ്മൾ വളരെ നല്ല മികച്ച കെട്ടിടവും അതിനുള്ള സൗകര്യങ്ങളൊക്കെ മാനേജ്മെന്റും ഈ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് നമുക്ക് ചെയ്താണ്. അപ്പോൾ അക്കാഡമിക രംഗത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറേ പദ്ധതികൾ, അത് നമ്മളെ പദ്ധതികളൊന്നല്ല. നമ്മൾ തുടർച്ചയായിട്ട് വരുമ്പോൾ ഇതൊരു പ്രോസസ്സാണല്ലോ. ആളുകളിങ്ങനെ മാറി ആളുകൾക്ക് ഒരു പ്രാധാന്യമില്ല. നമ്മളൊരു സ്ഥാപനം എന്ന് പറയുമ്പോൾ ആര് എന്നുള്ളതല്ല, ആരൊക്കെ അത് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ഇതൊക്കെ ഒരു ചെയിനായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എല്ലാവരും ചെയ്തു. അതിൻ്റെ തുടർച്ച ഇപ്പോൾ നേരത്തെ എൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന അഷ്റഫ് മാഷായാലും, അതിൻ്റെ മുമ്പ് നാണി ടീച്ചറുണ്ട്, ലക്ഷ്മി ടീച്ചറുണ്ട്, കുമാരൻ മാഷുണ്ട്. അവരൊക്കെ തുടർച്ചയായി വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അത് കുറച്ച് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളേതായ ചിലത് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതുപോലും നമ്മളൊരു ക്രെഡിറ്റ് എന്നുള്ള ആൾക്കല്ല പറയുന്നത്. നമ്മൾ എല്ലാവരും കൂടി അതൊക്കെ അത്തരത്തിലുള്ള ആശയങ്ങൾ, അങ്ങനെയുള്ള പൂർത്തിയാക്കാൻ പറ്റാത്ത ആശയങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. കാരണം നമുക്ക് സാധിക്കണമെന്നില്ല. നമ്മുടെ പരിമിതികളുണ്ടല്ലോ. നമ്മൾ ഇപ്പം വ്യക്തിപരമായിട്ട് എനിക്കും പരിമിതികളുണ്ടാവും, ഓരോരുത്തർക്കും ഓരോ പരിമിതികളുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കും ചിലത്, പക്ഷെ ചിലത് നമുക്ക് നടത്താൻ കഴിയാത്തുണ്ട്. പക്ഷെ അങ്ങനെ
പറയുമ്പോൾ ഒന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഇൻഡോർ ഹാള് എന്നുള്ളൊരു ആശയം നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു കുട്ടികൾക്കൊക്കെ നമുക്ക് പിന്നെ ക്ലാസ്സിനൊന്നും ഒരു ശല്യമില്ലാത്ത തരത്തിൽ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനുള്ള ഒരു ഇൻഡോർ ഹാള് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്താൻ വലിയൊരു മുതൽക്കൂട്ടാകും. അത് ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ഇനിയുള്ള സമയത്ത് പിന്നെ അത് ചെയ്യാൻ കഴിയും. കാരണം അതിന് നമ്മളെ പ്രോജക്റ്റൊക്കെ നമ്മളെ മാനേജ്മെന്റിന് മുമ്പിലുണ്ട്. മാനേജ്മെന്റ് മാത്രമല്ല, അതിന് താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ വരും, ഭാവിയിൽ വരും. അതൊന്നും നിരാശയൊന്നും തോന്നില്ല. അത് ഇനിയുള്ള പിന്നെ തലമുറക്ക് അതൊക്കെ കിട്ടും. പിന്നെ അതുപോലെ നമ്മളെ എല്ലാ ക്ലാസ് റൂമിനും ശരിക്കുള്ള ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നൊരു ആശയമുണ്ട്. അതൊക്കെ നമ്മളൊരു ആഗ്രഹങ്ങളാണ്. കാരണം ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുതിയ കാലഘട്ടമാണ്. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഡിജിറ്റൽ ബോർഡുകളടക്കമുള്ള സംവിധാനം നമ്മളിപ്പോൾ പിന്നെ എന്താ പറയുക, ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ TV ഉപയോഗിക്കുന്നുണ്ട്. നമ്മളതുപോലെ മറ്റ് സാധ്യതകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ക്ലാസ്സിലെ ഒരു ഡിജിറ്റൽ ബോർഡ് എന്ന് പറയുന്ന ആശയമാകുമ്പോൾ എല്ലാ കുട്ടികൾക്കും അത് പിന്നെ ലഭ്യമാകുന്ന തരത്തിൽ അക്കാഡമിക് രംഗത്തൊക്കെ അത് വലിയ സാധ്യതകളാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊരു ആഗ്രഹമാണ്. അപ്പോൾ അതൊക്കെ ഭാവിയിൽ അതൊക്കെ വന്നുകൂടാവുന്നില്ല. കാരണം അത് പിന്നെ വലിയ ചിലവുള്ള സംഗതികളാണ്. അപ്പോൾ അന്ന് നമ്മൾ ഒറ്റക്കൊന്നും ഒരാൾ വെച്ച കഴിയുന്നില്ല. അപ്പോൾ എല്ലാവരും ചേർന്ന് നിന്നാൽ അതൊക്കെ നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും. നമുക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഈ വിദ്യാലയം 100ാം വാർഷികത്തിലേക്ക് പോവാണ്. അപ്പോൾ അത് കൂടുതൽ മികവോടെ 100ലേക്ക്, ഇനിയും കൂടുതൽ മികവോടെ 100ലേക്ക് നമ്മൾ പിന്നെ ഇനി വരുന്ന ആളുകളും ഇനി വരുന്ന തലമുറകളും ഒക്കെ ഈ വിദ്യാലയത്തിനെ ചേർത്ത് പിടിക്കുന്ന തരത്തിൽ ഇതിന് മാറ്റം വരുത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ബാക്കി. മാഷ് പറഞ്ഞ പോലെ പിന്നെ ഇൻഡോർ ഹാള് എന്നുള്ള ആ ഒരു സ്വപ്നം ഇനി അങ്ങോട്ട് വരുന്ന അധ്യാപകർക്കൊക്കെ സാധ്യമാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ ഞാനിപ്പോൾ ഒരു 3 വർഷക്കാലമാണ് ഇവിടെ സേവനമനുഷ്ഠിച്ചത്. അപ്പം മാഷിനോടൊപ്പം യാത്ര ചെയ്ത സമയത്ത് മാഷ് ഒരേ സമയം മറ്റുള്ള അധ്യാപകർക്ക് മാതൃകയാവുകയും അതേപോലെ പ്രധാന അധ്യാപകന്റെ ചുമതല കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നത് വളരെ കൗതുകത്തോടു കൂടിയിട്ട് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത്? ചുമതലാന്ന് പറഞ്ഞാൽ നമ്മള് ഒന്നുമില്ല, അതില് പ്രത്യേകിച്ച് ഒരു സ്ട്രെയിൻ ഒന്നും ഇല്ല. നമ്മള് ജോലി ചെയ്യുന്നു എന്നുള്ള കാര്യമുള്ളൂ. ഞാൻ നേരത്തെയും പിന്നെ സഹാധ്യാപകനായിട്ട് മറ്റുള്ള കൂടെ പ്രവർത്തിക്കുന്ന സമയത്തും എൻ്റെ ജോലികൾ പരമാവധി ഞാൻ ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട്. അങ്ങനെയല്ല, നമ്മള് ചെറിയ പോരായ്മകളൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരും. അതൊന്നും അതിലും പ്രശ്നമില്ല. പക്ഷെ നമ്മള് പിന്നെ നമുക്ക് വേറൊരാളോട് ഒരു സംഗതി പറയാൻ കഴിയണമെങ്കിൽ സ്വയം നമ്മള് പിന്നെ അതുപോലെ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ് ഞാൻ. 100% ആയിന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരാളോട് എന്തെങ്കിലും ഒരു സജഷൻ നമുക്ക് പറയണമെങ്കിൽ നമ്മളത് ചെയ്യാത്തൊരു കാര്യം നമുക്ക് ഒരാളോട് പറയാൻ കഴിയും. അതുകൊണ്ട് പരമാവധി അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട്. അത് വിലയിരുത്തേണ്ടത് ഞാനല്ല, അത് നമ്മള് പിന്നെ പോരായ്മകളൊക്കെ ധാരാളമുണ്ട്. 100% പെർഫെക്ഷൻ ആയിട്ടുള്ള അധ്യാപകരും ഉണ്ടാവില്ല, പിന്നെ മനുഷ്യന്മാരും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്തത് പിന്നെ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് സന്തോഷം. പിന്നെ അത് നിങ്ങൾ അങ്ങനെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ സന്തോഷം. പിന്നെ ഒരു അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അത് നമുക്കും കൂടി വേണ്ടിയിട്ടാണ്. അതായത് മാഷിനി അങ്ങോട്ട് ഈ വിദ്യാലയം എങ്ങനെ കാണണമെന്നാണ് ആഗ്രഹം? ഈ വിദ്യാലയത്തിനെ പറ്റി എനിക്ക് വലിയ പ്രതീക്ഷയും വലിയ അഭിമാനം തോന്നുന്ന വിദ്യാലയം. കാരണം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നമ്മളെ പിന്നെ വളരെ ചെറുപ്പത്തിലെ ഇവിടെ വന്നു. ഇവിടെ നമ്മളെ ഈ കാലഘട്ടത്തിൽ വരെ നമുക്ക് ഒരിക്കലും ഈ വിദ്യാലയത്തിനോട് നമുക്ക് ഒരു അകൽച്ച തോന്നാത്ത തരത്തിൽ നമ്മൾ അത്രയും അടുപ്പം വിദ്യാലയത്തിനുണ്ട്. ഇത്രയും കാലം 30 വർഷമാണെങ്കിൽ പോലും അത്രയും കാലം നമ്മൾ ഇതിന്റെ കൂടെ നിന്ന് നമ്മളെ ഉപ്പും ചോറും എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് വിദ്യാലയം. അപ്പൊ ഇതിനെക്കുറിച്ച് ഇനി വലിയ പ്രതീക്ഷ തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് പോയാലും നമ്മൾ ഈ വിദ്യാലയം നമ്മൾ പിന്നെ നല്ല രീതിയിൽ സംരക്ഷിക്കണം. ഇതുപോലെയല്ല, ഇതിലും വളരെ മികച്ച രീതിയിൽ തന്നെ പോകണമെന്നുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ അതിനെന്ത് പിന്തുണയും നമ്മളെ പിന്നെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ കൊടുക്കും. കാരണം ഇത് നമ്മളോട് പറിച്ചറിയപ്പെടാത്ത തരത്തിൽ നമ്മളെ പിന്നെ ഒരു വികാരമാണ് ഇവിടെ സ്കൂൾ. അതുകൊണ്ട് നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടാവും, ഹൃദയത്തിലുണ്ടാവില്ല. അപ്പോൾ മാഷ് നമ്മളോടുകൂടെ ഒരു മാഷിന്റെ അനുഭവങ്ങൾ 30 വർഷത്തെ ഒരു മാഷിന്റെ കാഴ്ചപ്പാടുകളൊക്കെ കുറിച്ചിട്ട് സംസാരിച്ചു. ഇനി വരുന്ന 28ാം തീയതി മാഷിന്റെ ഒരു യാത്രയപ്പ് നമ്മളിവിടെ സ്കൂൾ വെച്ചിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും അതേപോലെ തന്നെ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ പങ്കെടുത്തുകൊണ്ട് മാഷിനൊരു നല്ലൊരു യാത്രയപ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സംവാദമല്ല, ഒരു സൗഹൃദ സംഭാഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, നന്ദി. ഒരുപാട്
ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് താങ്ക് യു. ആശംസിക്കുന്നു.